നീ ഡ്രസ്സൊക്കെ മാറിയാ? തല ചെയ്തില്ലല്ലോ. ഇല്ല. നീ കേറി ഇരി. കല്ലു, നിന്റെ അടുത്ത് ലച്ചേച്ചി പറഞ്ഞത് ഉച്ചവരെ സ്കൂളിൽ ഇരുത്തുന്നല്ലേ? നിന്നെ വൈകുന്നേരം വരെ അവിടെ ഇരുത്തു. ആണോ കുഞ്ഞമ്മ? എന്നിട്ട് അമ്മ പറഞ്ഞത് ഉച്ച വരെ എടുത്തുന്നാണല്ലോ. അത് നിന്നെ പറ്റിക്കാൻ പറഞ്ഞാടി. ആണോ? പിന്നെ കല്ലു, വേറൊരു കാര്യം, നീ സ്കൂളിൽ ചെല്ലുമ്പോ ബാക്കിയുള്ള പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് കരയും. അതുകൊണ്ടിട്ട് നീ കരയരുത്. കരയുവോ? കരയണോ കുഞ്ഞമ്മ? അത് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. കുഞ്ഞമ്മ, കുഞ്ഞമ്മ എന്റെ സ്കൂളിൽ വരാവോ? നിന്റെ സ്കൂളിലാ? ആ. എന്റെ സ്കൂളിൽ തന്നെ എനിക്ക് പോകാൻ മടിയാ. അപ്പോഴാ നിന്റെ സ്കൂൾ. എന്തുവാ? അല്ല, നീ സന്തോഷായിട്ട് സ്കൂളിൽ പോണോന്ന്. അതല്ലല്ലോ ഇപ്പം പറഞ്ഞേ. ഞാൻ അതെന്നാ പറഞ്ഞേ? അതല്ല. ഞാൻ അതാടി പറഞ്ഞേ. അല്ല. എന്നാ ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ സമ്മതിച്ചു. ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് ചോദിച്ചാ നീ സത്യം പറയോ? കുഞ്ഞമ്മ ചോദിക്ക്, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. നിനക്ക് സ്കൂളിൽ പോകാൻ മടിയില്ലേ? ഇല്ല. നിന്റെ മുഖം കണ്ടാ അറിയാം നിനക്ക് സ്കൂളിൽ പോകാൻ മടിയാണ്. എൻ്റെ കൂടെ കളിക്കാനാണ് നിനക്ക് ഇഷ്ടമാണ്. എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. എടി നീ സത്യം പറ. അല്ല, എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടം. മടി പിടിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പാറൂട്ടാ, കുഞ്ഞിനോട് എന്താ പറയണേ? എന്തോന്ന്? കുഞ്ഞിന്റെ അടുത്ത് എന്താണ് പറയണേന്ന്? നമ്മള് സന്തോഷത്തോടെ സ്കൂളിൽ പോണേന്ന് പറഞ്ഞേ. അമ്മായി, ഈ ഷൂസ് ഒന്ന് ഇട്ട് കൊടുക്കാവോ? അതിനും മടിയാ. ഇങ്ങോട്ട്. അമ്മായി, എന്റെ ഷൂസ് ഉള്ളവോ? എന്റെ കുഞ്ഞിന്റെ ഷൂസ് സൂപ്പർ അല്ലേ? ഷൂസിലാ നമുക്ക്. സുന്ദരിക്കുട്ടി, റെഡി ആയിട്ട് നമുക്ക് സ്കൂളിൽ പോണ്ടേ? എന്താ സന്തോഷമില്ലാത്ത? മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കരയരുത്. കാരണം മേക്കപ്പ് ഒക്കെ ഒലിച്ചു. എന്റെ കുഞ്ഞു കരയോ? ഇല്ല. കണ്ട കാര്യമില്ല. എന്റെ കുഞ്ഞു കരയില്ല. അല്ല കുഞ്ഞാ? கல்லு, இத பாரு, உனக்கு நூடுல்ஸ், அவிச்ச முட்டை, கட் ஃப்ரூட்ஸ் எல்லாமே இருக்கு. അപ്പൊ കല്ല് ഇങ്ങോട്ട് വരണ്ടേ? അവിടെ അങ്ങ് നിക്കാൻ പോവാണോ? அப்படியெல்லாம் இல்ல கல்லுமா, இதுல தேவையானதை மட்டும் நீ சாப்பிடு. மிச்சம் இருக்கிறது இங்க கொண்டு வா. பேலன்ஸ் இங்க இருந்து நம்ம சாப்பிடலாம். ശരി കണക്കാണ്ടി. കല്ലു, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. പറ കുഞ്ഞമ്മ. നീ ചിലപ്പോ സ്കൂളിൽ പോകുമ്പോ കുറച്ച് വില്ലന്മാരായ പിള്ളേര് കാണും. അവർ ഇതൊക്കെ തട്ടിപ്പറിച്ചെടുക്കും. എന്നിട്ട് അവര് തിന്നും. പിന്നെ നിനക്കൊന്നും കിട്ടത്തില്ല. ആണോ കുഞ്ഞമ്മ? പാറുവേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുഞ്ഞു പേടിക്കൂലേ? ഞാൻ എന്റെ അനുഭവം പറഞ്ഞതേ ഉള്ളു. ഇവക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവള് പേടിക്കത്തില്ലേ? പെട്ടെന്ന് എന്തെങ്കിലും എവിടെ പോയപ്പോ സംഭവിച്ച? സ്കൂളില്. എവിടെ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ സ്കൂളിൽ പോണത്. അവിടെ കുഴപ്പമുള്ളത് പോയിക്കൊണ്ടിരുന്നല്ലേ? അത് ആഴ്ചയിൽ 2 ദിവസമല്ലേ പോയിട്ടുള്ളൂ. പിന്നെ അമ്മൂമ്മയ്ക്ക് വയ്യാതായി. പിന്നെ ഇവളുടെ പോക്ക് നിർത്തി. എന്റെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ എന്ത് ആൾക്കാരാ ഉത്സാഹിക്കുന്നേ. എന്റെ കുഞ്ഞിന്റെ ഒരു ഭാഗ്യേ. ഇവിടെ ആണെങ്കിൽ കുറെ പേരുണ്ട്. പക്ഷെ സ്കൂളിൽ അവൾ ഒറ്റയ്ക്കല്ലേ. അതാലോചിക്കുമ്പോഴാ വിഷമം. കുഞ്ഞ് പേടിക്കണ്ട കേട്ടോ. ஐயடா, பேடிக்கலாம் மாட்டா. இன்னைக்கு அவளோட அப்பாவோ அம்மாவோ ஸ்கூல்ல கொண்டு போய் விடுவாங்க. நாளையில இருந்து இந்த கனகாண்டி கொண்டு போய் விடும். അതിനിടയ്ക്ക് കനാൻഡി ആ ജോലിയും ഏറ്റെടുത്തു. കേശേ, എനിക്ക് തോന്നണതേ ചേച്ചി കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ചാവേർപ്പടയിൽ അംഗമായിരുന്നാണ്. എന്താണ് എല്ലാരും കൂടെ ഒരു ചർച്ച? ചർച്ച എന്തോ കുഞ്ഞിനെ സ്കൂളിൽ വിടണ്ടേ? കല്ലൂസേ റെഡിയല്ലേ? കല്ലൂസിനെ ആരും ഒരുക്കിയില്ലേ? പൊട്ടൊന്നും തൊട്ടിട്ടില്ലല്ലോ, മുടിയും ചെയ്തിട്ടില്ല. എവിടെ ലച്ചോടെ? லெச்சு வந்து கிச்சன்ல சுடு தண்ணி ரெடியாக்கிட்டு இருக்கா. ഓഹോ, എന്തിനാ സുടുതണ്ണി കൊടുത്തു വിടുന്നേ? ജ്യൂസ് കൊടുത്തു വിട്ടാ പോരെ? ജ്യൂസ്? എനിക്ക് ജ്യൂസ് വേണം. அதுக்கு என்ன, இதுல கட் ஃப்ரூட்ஸ் தானே இருக்கு. அதை பிடிச்சு ஜூஸ் ஆக்க வேண்டியதானே. വേണ്ട, എനിക്ക് ജ്യൂസ് വേണം. അളിയാ, അളിയ ഒരു കാര്യം ചെയ്യും, അളിയ പുറത്തു പോയിട്ടെ ഒരു ജ്യൂസ് പാർസൽ മേടിച്ചോണ്ടോ. പാഴ്സല് മേടിച്ചോണ്ട് വരാം. പണി വരുന്ന വഴി. പാറേ, ഇവിടുത്തെ സ്കൂളിൽ അവൾ ആദ്യമായിട്ടല്ലേ പോന്നേ. പാവം. ജ്യൂസ് പാവത്തിന് മേടിച്ചോണ്ട് വരാ. അളി കല്ലൂസേ, അപ്പൊ എങ്ങനാ നമുക്ക് സ്കൂളിൽ പോവാം? ആദ്യം ജ്യൂസ് വേണ്ട. പോയി ജ്യൂസ് മേടിച്ചിട്ട് വന്നതാ. പോണു ഞാൻ പോണ. അളിയാ കാച്ചിട്ടേ. ചെല്ലു മാമ. എല്ലാരും എന്നെ കൊണ്ടാക്കാൻ വേണം. എല്ലാരും ഒരുമിച്ച് കൊണ്ടാക്കാടി. ഒരുമിച്ച് കൊണ്ടാടി. വരി നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ. വേണ്ടേ,
സ്കൂളിൽ പോകുമ്പോഴേ ഇത് മുഴുക്ക കഴിക്കണേ. അയലേക്കട്ടെ. ആ എന്നെ സ്കൂളിൽ കൊണ്ടൊക്കെ എല്ലാരും വരണം. ആ ആ ആ വരാം, എല്ലാരും വരാം. ആ അമ്മ എന്റെ ബാഗ് കൊള്ളാവോ? ബാഗൊക്കെ കൊള്ളാം. ഇതേ തിരിച്ചു വരുമ്പോ ഈ കൊലത്തിൽ തന്നെ വരുമോ? എന്നാ കൊള്ളാം, നോക്കട്ടെ. ഓക്കെ. കടക്ക്. മതി മതി മതി, കഴിഞ്ഞ്. പൊട്ടും കൂടെ വെച്ച സുന്ദരിയായി. അമ്മ, മതി അമ്മ. പൊട്ടും കൂടെ ലാസ്റ്റ് കഴിഞ്ഞ്. നിങ്ങളുടെ മുഖമൊക്കെ എവിടെ? നെറ്റൊന്നും കാണാനില്ലല്ലോ. ഓക്കെ, സുന്ദരിയായി. ആ വെച്ചോ? വെച്ച്. അമ്മ ഇവിടെ അല്ല, ഇവിടെ എവിടെ? ഇവിടെ. കൊച്ച് പോരെ? ഉം. ഓക്കെ, സുന്ദരിയായിട്ടുണ്ട്. അമ്മയുടെ ചക്കര. മ്വാ. അമ്മ ഓ, ഇന്ന് എഴുതി പഠിക്കണം. ഇന്ന് സ്കൂളിൽ എഴുതി പഠിത്തമൊന്നും ഉണ്ടാവില്ല. ഇന്ന് ഫ്രണ്ട്സ് ആയിട്ട് കളി, ചിരി, ബഹളം, പാട്ട് പാടല്, കഥ പറച്ചില്, ഇന്ന് ഈ വക പരിപാടികളൊക്കെ ആയിരിക്കും. പിന്നെ സ്കൂളിലൊക്കെ പോയി സ്കൂൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാലേ ശനി നേരെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് കിടക്കുന്നത് ബഹളം വെക്കരുത്. അന്നേ അവധിയാ. എന്ത്? ഒന്നുമില്ല. സുന്ദരിക്കുട്ടി നമ്മുടെ മോൾ എവിടെ? കല്ലൂസ് നിങ്ങളുടെ മോള് തന്നെയാ. യൂണിഫോം ഒക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി കഴിഞ്ഞപ്പോഴേ ആളങ്ങ് മാറിപ്പോയി. ആള് മാറിപ്പോന്ന്. എന്നാ ഞാൻ സ്കൂളിൽ പോകുന്നില്ല. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ആള് മാറിയിട്ടൊന്നുമില്ല, അത് കല്ലു തന്നെയാ. കല്ലൂസ് കൊറേ നേരം ഞാൻ ശ്രദ്ധിക്കുന്ന കേട്ടോ. ഫോണൊന്നും ഇല്ലേ? ആ പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടിയിൽ കൊച്ചിട്ട് സ്കൂളിൽ കൊണ്ടാക്കിയാ മതി. അമ്മ വേണം, എനിക്ക് നടന്നു പോയാ മതി. അമ്മയും വരാം കേട്ടാ, നടന്നു പോയാ മതി. നടന്നു പോവാ. നമ്മളെ കല്ലുവിനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് വൈകിട്ട് വിളിച്ചോണ്ട് വരുമ്പോ എന്തൊക്കെയാ മേടിച്ചോണ്ട് വരാൻ പോണേ? ഐസ്ക്രീം, മുട്ടായി ഒക്കെ ചാക്കണക്കിന് അവിടെ കൊണ്ടുപോ തള്ളും. പണ്ട് ഞാൻ സ്കൂളിൽ പോകാൻ മടിച്ചിരുന്നപ്പോ ആരൊക്കെയോ എന്തൊക്കെയോ മേടിച്ചു തരാന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അതോരാവല്ലേ കല്ലുവിന്റെ കാര്യം. അതെ അതെ, ഈ വീട്ടില് നിന്റെ അത്ര മടി വേറെ ഒറ്റ മനുഷ്യർക്കില്ല കേട്ടാ. അല്ല, പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കി മടി കൂടുമെന്നാണ് ഞാൻ പറഞ്ഞേ. ഉവ്വ. കല്ലേ സ്കൂളിൽ പോയി. ചേച്ചി എനിക്ക് ജ്യൂസ് അടിച്ചോ? പിന്നെ ജ്യൂസൊക്കെ മേടിച്ച് പാക്ക് ചെയ്തോണ്ടെന്ന് വെച്ചിട്ടില്ലേ, അതാ കൊണ്ടുപോയാ മതി. എന്താ ജ്യൂസാ? ഓറഞ്ച് ജ്യൂസ്. എനിക്ക് ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമില്ല. എനിക്ക് ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമല്ല. ഇഷ്ടമല്ല? അല്ല, തൽക്കാലം മക്കൾ ഓറഞ്ച് ജ്യൂസ് അങ്ങ് കുടിച്ചാ മതി. എനിക്ക് ഇഷ്ടമല്ല. ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമല്ല, ഇപ്പൊ നിനക്ക് എന്ത് ജ്യൂസ് വേണോ? ഇപ്പൊ ജ്യൂസ് വേണം. കേശോളിയാ, നീ ഒന്നും മേടിച്ചോണ്ടോ പോയി? എന്തായിരുന്നു? മുന്തിരി ജ്യൂസ് എവിടുന്ന്? എവിടെന്നെങ്കിലും പോളി എവിടുന്ന്? ആ പടാ കടയിൽ ഓറഞ്ച് ജ്യൂസ് ഉള്ളായിരുന്നു, അതാണ് മേടിച്ചോണ്ടെന്ന്. അവളുടെ മുന്തിരിങ്ങ ജ്യൂസ്. സമയം കുറേ, 9 മണിയായി. പൊടി, സ്കൂളിൽ പൊടി. അമ്മ എന്താണ്ട് എന്നെ വഴക്ക് പറയുന്നു. ആരെന്റെ കൊച്ചിനെ വഴക്കുതേ ചെറുക്ക? കൊച്ചിനെങ്ങനെ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ. വഴക്ക് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകത്തില്ല. കേശോളിയാ, അകത്തെങ്ങാനും പോയിരിക്കാം, എന്റെ കൊച്ചിനെ ഡിസ്റ്റർബ് ചെയ്യാതെ. പൊടി, സ്കൂളിൽ പൊടി. സ്കൂളിൽ പൊടി, പൊടി, സ്കൂളിൽ പൊടി, സ്കൂളിൽ പൊടി. കേശുവിനെ കൊണ്ട് ശല്യമുള്ള കേശുവേ. അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. നിന്നെ ആരാ വഴക്ക് പറഞ്ഞ? കൊച്ചിനെ ഞാൻ അവനല്ലേ ചീത്ത പറഞ്ഞത്. നോക്ക് അച്ഛൻ, നോക്ക് വഴക്ക് പറഞ്ഞു. ലച്ചു, എന്റെ കൊച്ചു സ്കൂളിൽ പോകാൻ നിൽക്കുക. വടക്ക് പറഞ്ഞ് ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യും കേട്ടോ. കൊച്ചിന്റെ ക്ഷമയുടെ അങ്ങ് അറ്റത്ത് നിൽക്കുവാണ്. ചെല്ലം കളിക്കാൻ സ്കൂളിൽ പൊടി. അച്ഛൻ നോക്ക് എന്നെ വഴക്ക് പറയുന്നു. എങ്ങനെയാണെങ്കിൽ സ്കൂളിൽ പോകത്തില്ല. ലച്ചൂസേ, എന്റെ കൊച്ചിനെ ചുമ്മാ വഴക്ക് പറയരുത് കേട്ടോ. രംഗം വഷളാവുന്നുണ്ടേ. കല്ലൂർ ഇന്ന് സ്കൂളിൽ പോകണമെങ്കിൽ അവള് പോകണ്ട. ചേച്ചി ഇന്ന് അവള് പോകണ്ട ചേച്ചി, നാളെ പോയിക്കോട്ടെ. അയ്യോ, മക്കൾക്ക് ഇന്ന് സ്കൂളും ക്ലാസ്സും ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് അവളെ പിടിച്ചു വെക്കാൻ നോക്കണതല്ലേ? പൊടിയാണെന്ന് ഇറങ്ങിക്കേ, മുറിന്ന് ഇറങ്ങിക്കേ. ഞാൻ പോവാ. ആ പോ. ഞാനും പോവാ. അമ്മേ, ചക്കര അമ്മയിലെ, പഞ്ചാര അമ്മയിലെ, ചക്കട അമ്മയിലെ, ഞാൻ സ്കൂളിൽ പോണോ? മക്കളുടെ സോപ്പേ കയ്യിലങ്ങ് വെച്ചാ മതി കേട്ടാ. ഇന്ന് എന്തായാലും സ്കൂളിൽ പോയേ പറ്റത്തുള്ളൂ. 10 മിനിറ്റ് ഞാൻ നിനക്ക് സമയം തരും, അതിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ സ്വഭാവം മറികേട്ടല്ല. അവളുടെ പുറകെ നടന്നു നിന്ന് രാവിലെ ഒന്നും കഴിക്കാനും പറ്റിയില്ല. സിദ്ധു വന്നേ, ആൾ ഇവിടെ എടുത്ത്.
10 മിനിറ്റിൽ ഇറങ്ങിക്കോളാം. ദേഷ്യപ്പെട്ടാലും ഞാൻ പോത്തില്ല. ചവിട്ടി കുടിച്ചാൽ ഞാൻ പാറമടയിൽ ഇറങ്ങി നോക്കിക്കോ കേട്ടല്ലോ. 10 മിനിറ്റ് 10 മിനിറ്റ്. സിദ്ധുവാ നടക്ക്. 10 മിനിറ്റ്